Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa ashabihi ajma'in. Amma ba'd. ഏറെ സ്നേഹമുള്ള ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നുമായി കേൾക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ മഹത്തായ പ്രോഗ്രാമിന്റെ ഭാഗമായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ദീനീ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദർഗകൾ അഭയകേന്ദ്രങ്ങളോ എന്ന ശീർഷകത്തിൽ നടക്കുന്ന ഒരു മുഖാമുഖത്തിന്റെ പ്രാഥമിക സെഷനുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രോഗ്രാമിന്റെയും പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നാം മുന്നോട്ട് വെക്കുന്ന ഏതൊരു പ്രോഗ്രാമും തീർത്തും ഗുണകാംക്ഷയോടുകൂടി നാം മനസ്സിലാക്കിയ സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകുക എന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ബാധ്യതയുടെ നിർവഹണമാണ് ഈ ഒരു മുഖാമുഖം പ്രോഗ്രാമിലൂടെയും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആരുടെയെങ്കിലും മുൻപിൽ ജയിക്കുവാനോ ആരെയെങ്കിലും തോൽപ്പിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമായി ഇതാണ് ശരിയായ മാർഗമെന്ന് എല്ലാ ആളുകളുടെയും മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുക, ആളുകളിലേക്ക് എത്തിച്ചു നൽകുക എന്ന ബാധ്യതയുടെ നിർവഹണമാണ് ഈ പ്രോഗ്രാമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിനപ്പുറമുള്ള അനന്തമായ അനശ്വരമായ ജീവിതത്തിൽ മോക്ഷം നേടണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന തൗഹീദിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ വീഴ്ചകൾ സംഭവിച്ച ആളുകളിലേക്ക് യഥാർത്ഥ തൗഹീദി ആദർശം ഇന്നതാണ്, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ആദർശം ഇന്നതാണ്, ഇതാണ് ശരിയായ അഹ്ലുസുന്നയുടെ വഴി എന്ന് കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ചു നൽകുക എന്ന ബാധ്യതയുടെ നിർവഹണത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു മുഖാമുഖം പ്രോഗ്രാം. നാസ്തികർ ഉന്നയിക്കുന്ന തീർത്തും യുക്തിരഹിതമായ വിഷയങ്ങളെ പ്രമാണബദ്ധമായി നേരിടുന്ന, അതിനുവേണ്ടി വിസ്ഡം യൂത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള വിസ്ഡം ഡയലോഗ്, അതിന്റെ 12ാമത്തെ എഡിഷൻ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 14-ാം തീയതി കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുകയാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ആ വിഷയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഡയലോഗ് ഇൻഷാ അല്ലാഹ് 14-ാം തീയതി ഈരാറ്റുപേട്ടയിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാനാണ് ഈ ഒരു ഘട്ടത്തിൽ അതുകൂടി ഇവിടെ മുന്നോട്ട് വെച്ചത്. ആ നിലക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ആളുകൾക്ക്, മലയാളികൾ, കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികളിലേക്ക് ഈ നന്മയുടെ പ്രവാഹം എത്തിച്ചു നൽകുക എന്ന ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കൂട്ടായ്മ ഇവിടെ ഒരു മുഖാമുഖം പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും ആവർത്തിച്ചോർമ്മപ്പെടുത്താനുള്ളത്, ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യാവസാനം നമ്മൾ ഓരോരുത്തരും കേൾക്കുകയും എന്താണ് സത്യമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സത്യത്തിന്റെ കൂടെ നിൽക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവുകയും വേണമെന്നതാണ്. മുഖാമുഖത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ
മുഖാമുഖങ്ങൾ നടത്തപ്പെടുകയുണ്ടായി എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വ്യതിചലനങ്ങൾ ഉണ്ടായ വിഷയങ്ങളിലേക്കെല്ലാം ആളുകളെ സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തപ്പെട്ട ഓരോ മുഖാമുഖങ്ങളും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിരവധി ആളുകൾക്ക് യഥാർത്ഥ അഹ്ലുസുന്നയുടെ വഴി കാണിച്ചു നൽകാൻ കാരണമായിട്ടുണ്ട് എന്ന് അതിന്റെ ഫീഡ്ബാക്കുകളിലൂടെ, അതിന്റെ കമന്റ് ബോക്സുകളിലൂടെ കടന്നു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ഈ ഉള്ളാളിന്റെ മണ്ണിൽ നടക്കുന്ന ഈ മുഖാമുഖവും ഒരുപാട് ആളുകൾക്ക് നന്മയുടെ വഴി, സത്യത്തിന്റെ വഴി ഇവിടെ ഉന്നയിക്കുന്ന, ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിനു വേണ്ടി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ നിലക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രോഗ്രാം ആദ്യാവസാനം എല്ലാവരും സശ്രദ്ധം ശ്രവിക്കണമെന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.